ജാതിയുടെയും മതത്തിന്റെയും വിശ്വാസങ്ങളുടെയും പേരിൽ മനുഷ്യൻ തമ്മിലടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ജാതിയും ഒരു മതവും ഒരു വിശ്വാസവും ഇല്ലാത്തൊരു മനുഷ്യൻ, അതെ, മതമില്ലാത്തൊരു ജീവൻ. സ്വാഗതം. മോളെ റസിയ, മോളെ ഇച്ചിങ്ങോട്ട് വാടി, ഇച്ചിങ്ങോട്ട് വരാൻ. എന്താ എന്താ പാപ്പ, നീയും ആ രവി തമ്മി എന്താടി ബന്ധം? പാപ്പ അതൊന്നുമില്ല പാപ്പ. എല്ലാം നമ്മൾ അറിഞ്ഞു. കുടുംബത്തിന് ചീത്തപ്പേര് കേൾപ്പിക്കാണ് പാവെങ്കിൽ കൊന്നുകളയും നമ്മള്. ഒരു അന്യജാതിക്കാരൻ മാത്രമൊക്കെ കിട്ടിയുള്ളൂ സ്നേഹിക്കാൻ. പാപ്പ ജാതി ഏതായാലും രവിയേട്ടനും മനുഷ്യനല്ലേ പാപ്പ. തർക്കുത്തരം പറയുന്നോടി. അറിയാല നമ്മളാ ഒറ്റ ചവിട്ടിനാ നമ്മൾ ഇങ്ങനെ ഉമ്മാനെ കൊന്നത്. നാളെ ഇന്നെ പെണ്ണ് കാണാൻ വേണ്ടി പുയ്യാപ്പിളയും കൂട്ടരും പറഞ്ഞിട്ടുണ്ട്. നമ്മള് പറഞ്ഞോളൂ കേട്ടാ അനക്കൊള്ളാം. ഇല്ല, ഈ നിക്കാഹ് നടക്കാൻ പാടില്ല. ഇത് രവിയേട്ടൻ അറിയിക്കണം. രവിയേട്ടാ, രവിയേട്ടാ കഥവ് തുറക്ക് രവിയേട്ടാ. ഞാനാ റസിയ, കഥവ് തുറക്ക് രവിയേട്ടാ. രവിയേട്ടാ ഇതാരി റസിയായോ? എന്തു പറ്റി റസിയ? എന്താ മുഖം വല്ലായിരിക്കുന്നേ? എന്തു പറ്റി? നമ്മൾ തമ്മിലുള്ള കാര്യം പാപ്പിച്ച അറിഞ്ഞേക്കണം. നാളെ എന്നെ പെണ്ണ് കാണാൻ വേണ്ടി പുയ്യാപ്പഴ കൂട്ടര് വേണം. അവർക്ക് വാപ്പിച്ചനെ നിൽക്കാതെ കൊടുക്കും. തീർച്ച നിങ്ങളൊരു അന്യജാതിക്കാരെന്ന പേരില്ല ഈ പൊല്ലാപ്പ. എനിക്ക് ഈ നിക്കാഹ് ഇഷ്ടമല്ല. ഇല്ല റസിയ, ആ നിക്കാഹ് നടക്കില്ല. ജാതിയുടെ പേരിൽ തമ്മിൽ തല്ലുന്ന ഈ നശിച്ച നാട്ടിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും. എന്നിട്ട് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മറ്റൊരു നാട്ടിൽ ചെല്ലും. അതെ, ഇന്ന് രാത്രി നമ്മൾ ഈ നാട് വിടും. അതെ, ഇന്ന് രാത്രി. അതെ, അവർ എന്നാ നാട് വിട്ടു. എന്നിട്ട് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മറ്റൊരു നാട്ടിലെത്തി. നമുക്ക് ആ നാട്ടിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഇല്ല റസിയക്ക് ഒന്നുമില്ല. ഡോക്ടർ എന്താ എന്നെ റസിയാക്കി? മിസ്റ്റർ രവി, റസിയക്ക് ഒന്നുമില്ല. അറ്റൻഡർ, റസിയയെ ഓപ്പറേഷൻ തിയേറ്ററിൽ മാറ്റും. അറ്റൻഡർ പ്ലീസ്, രവി പേടിക്കണ്ട. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഓക്കെ? എന്റെ റസിയക്ക് ഞാൻ മാത്രമേ അവക്കൊരാപത്ത് പറഞ്ഞു. എന്റെ റസിയക്ക് ഒരാപത്ത് പറഞ്ഞു. മിസ്റ്റർ രവി, റസിയ പ്രസവിച്ചു. ഒരു ആൺകുഞ്ഞ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. വേഗം ചെല്ലു. റസിയ പ്രസവിച്ചു. ഒരു ആൺകുഞ്ഞു. അതെ, എന്റെ റസിയ പ്രസവിച്ചു. ഒരു ആൺകുഞ്ഞ്. എന്റെ റസിയ പ്രസവിച്ചു. ഒരു ആൺകുഞ്ഞ്. എന്റെ റസിയ പ്രസവിച്ചു. ഒരു ആൺകുഞ്ഞ്. റസിയ, അതെ, റസിയ പ്രസവിച്ചു ഒരു ആൺകുഞ്ഞ്. അവർ അവന് ഒരു ജാതിയോ ഒരു മതമോ ഒരു വിശ്വാസമോ നൽകിയില്ല. അവർ അവന് ജീവൻ എന്ന് പേരിട്ടു. അതെ, ജീവൻ വളർന്നു. അതോടൊപ്പം അവന്റെ പ്രാരാബ്ദങ്ങളും. ഇന്ന് അവന്റെ സ്വപ്നമായ ഒരു ജോലിയുടെ ഇന്റർവ്യൂ പോകാൻ തയ്യാറുകയാണ്. നമുക്ക് ആ ജോലി സ്ഥലത്തേക്ക് ഒന്ന് കടന്നില്ല. May I come in, sir? Yes, come in. Give me your certificate. Wow, very good. Brilliant. Oh, ഇത്രയും എഡ്യൂക്കേറ്റഡ് താങ്കളെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. യു ആർ അപ്പോയിന്റഡ്. താങ്ക് യു സർ. ബട്ട് വെർ ഇസ് യുവർ ജാതി സർട്ടിഫിക്കറ്റ്? അല്ല, താങ്കൾ ജാതി സർട്ടിഫിക്കറ്റിൽ കണ്ടില്ല. സാർ, എനിക്ക് ജാതി ഇല്ല സാർ. വാട്ട്? താങ്കൾക്ക് ജാതി ഇല്ലെന്നോ? അതെ സാർ, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ജാതി നൽകിയില്ല. എനിക്ക് ജാതി ഇല്ല സാർ. സോറി മിസ്റ്റർ ജീവൻ, എന്നാൽ താങ്കൾക്ക് ഇവിടെ ജോലി തരാൻ ബുദ്ധിമുട്ടുണ്ട്. പ്ലീസ് ഗോ. സാർ, അങ്ങനെ പറയരുത്. ഈ ജോലി എൻ്റെ സ്വപ്നമാണ്. ജാതി ഇല്ലാത്തതിന് പേരിൽ എനിക്ക് ഈ ജോലി നഷ്ടപ്പെടരുത് സാർ. ഈ ജോലി എൻ്റെ സ്വപ്നമാണ് സാർ. ഞാൻ കാൽ പിടിക്കുക സാർ. ഈ ജോലി എനിക്ക് തന്നെ. സോറി മിസ്റ്റർ ജീവൻ, താങ്കൾക്ക് ഇവിടെ ജോലി എന്നാൽ ഞങ്ങളുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ തന്നെ ബാധിക്കും. പ്ലീസ് ഗോ. സാർ, അങ്ങനെ പറയരുത്. ഈ ജോലി എൻ്റെ സ്വപ്നമാണ് സാർ. സോറി മിസ്റ്റർ ജീവൻ. സെക്യൂരിറ്റീസ് പ്ലീസ് കുമാൻ. സാർ, അങ്ങനെ പറയരുത് സാർ. ഞാൻ കാൽ പിടിക്കാം സാർ. ഇവരോട് വിടാൻ പറ സാർ. സാർ വേണ്ട സാർ. സാർ ജാതി ഇല്ലാത്തൊരു പേര് എനിക്ക് ഈ ജോലി നഷ്ടം. അതെ, ജാതി ഇല്ലാത്തവനായി ജീവൻ. പഠിക്കുന്ന ആള് കൂട്ടുകാരുടെ കളിയാക്ക, സമൂഹത്തിൽ അവഗണന. അതെ, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ജാതി നൽകിയില്ല. അതെ, ജാതി ഇല്ലാത്തവനായ ജീവൻ. ഈ ജാതി ഇല്ലാത്ത ജീവൻ ഇനി സമൂഹത്തിൽ ഒരു അവഗണനയായിട്ട് വേണ്ട. ഇനി ഈ സമൂഹത്തിൽ ഒരു അവഗണനയായിട്ട് വേണ്ട.
ഇനി ഇനി ഈ ഒരു സമൂഹം അവിടെ വേണ്ട. ആ ആ. നിങ്ങൾ നിങ്ങൾ ഓർക്ക, ജാതിയല്ല, മതമല്ല, വിശ്വാസങ്ങളല്ല വലുത്. മനുഷ്യൻ 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 മാത്രമാണ് വലുത്. ജാതിയല്ല, മനുഷ്യൻ മനുഷ്യൻ. ഇതോടെ എൻ്റെ എളിയ മോണാക്ട് അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.